ഗുഡ് മോർണിംഗ് സുന്ദരി. ഇപ്പോൾ ഒരു 7 ഉണ്ടാവും സമയം. ഞാനിപ്പോൾ എനിക്ക് ലിബാം ഇട്ട് ലിബാം ഞാൻ ഇവിടെ തന്നെ വെക്കും. ഇരിക്കുമ്പോൾ തന്നെ ലിബാം ഇടും. നന്നായിട്ട് ഇങ്ങനെ ലിപ്സ് ഡ്രൈ ആയിട്ട് പ്രശ്നമാണ്. നമുക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ. നമുക്ക് ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാം. ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ അകത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇല വാടി തുടങ്ങി. അപ്പോൾ ഇവിടെ വെക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മൾ ജീവിപ്പിച്ചെടുത്തിട്ട് പിടിച്ചുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല ഇമ്മക്കുട്ടിക്ക് ഇന്ന് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ പോയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോട്ടിലിൽ വെള്ളം നിറച്ച് വയ്ക്കും. ഇനിയിപ്പോൾ തിളപ്പിക്കാനുണ്ട് കേട്ടോ വെള്ളം. ഇങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാലേ നമ്മളത് ആ കുപ്പി തീർക്കുക എന്നുള്ളൊരു ടാസ്ക് പോലെ. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് വേറെ ബോട്ടിലുണ്ട്, എനിക്ക് വേറെ ബോട്ടിലുണ്ട്, ഞാൻ ജിമ്മിൽ കൊണ്ടുപോകുന്ന ബോട്ടിൽ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചെങ്കിലും കുറച്ച് വെള്ളം കുടിക്കണം. എനിക്കും അത് ഇമ്മക്കുട്ടിക്കും അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെള്ളം കുടിക്കാൻ മടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ നിറച്ച് വയ്ക്കും. പിന്നെ മുട്ട ഇന്നിപ്പോൾ ബുൾസൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അയ്യോ എനിക്കിങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത്ര ഹെവി ആയിട്ട് ഇത്ര ഫുള്ളായിട്ട് കഴിക്കില്ലല്ലോ. നമ്മൾ ആകെ 3 നേരം അങ്ങനെയല്ലേ കഴിച്ച് ശീലമുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഈ 5 നേരമൊക്കെ കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണ കാരണം നമുക്ക് കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല. അതാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ചെക്ക് ചെയ്തപ്പോൾ കുറേ സംഗതികൾ കുറവുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രോട്ടീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. ഈവൻ ബോഡി മാസ് ഇൻഡെക്സും കുറച്ച് കുറവാട്ടോ. അതെന്തായാലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. അന്ന് നോക്കിയ സമയത്തായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത്ര കഴിച്ച് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഈ മണി പ്ലാന്റ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഗോവയിൽ ചെയ്തിരുന്ന പോലെ തന്നെ ബാത്റൂമിൽ കുറേ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ പ്ലാസ്റ്റിക് ലൈക്ക് ബോട്ടിൽസ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ താഴെ കുറേ മണ്ണിൽ കുറേ മണി പ്ലാന്റ്സ് ഉണ്ട്. അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് വീട്ടിൽ കുറേ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ അമ്മ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ മാവ് അരച്ചിട്ടുണ്ടെങ്കിൽ ദോശ, അങ്ങനെ വീട്ടിലെന്താ ഉണ്ടാക്കണേ വെച്ചാൽ അത് തന്നെയാണ് കഴിക്കണേ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇങ്ങനെ മുട്ട കഴിക്കണു, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണു. അതാണ്. മുന്നേ അത് അങ്ങനെ അത്ര ശ്രദ്ധിക്കില്ലായിരുന്നു. പിന്നെ പാല് കുടിക്കും, അങ്ങനെയൊക്കെ മാക്സിമം ട്രൈ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ലിപ് ബാം, അത്രയാണ് നമ്മൾ ചെയ്യണം കേട്ടോ. മോയ്സ്ചറൈസർ ഞാൻ സ്നീൽ മ്യൂസിനാണ് യൂസ് ചെയ്യണത്. അതല്ല കേട്ടോ, ഇത് ഹൈഡ്രോണിക് ആസിഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്, കോസറെക്സിൻ്റെ. പിന്നെ ലിപ് ബാം ഇത് ഫേസ് ഷോപ്പിൻ്റെ ആണ്. ഇത് സൺസ്ക്രീൻ സ്റ്റിക്ക്, ഇത് വാസ്ലിനാന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, സോക്സ് ഒക്കെ ഇടണം. മുടിയൊക്കെ പൊക്കി പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്. അതെ, ഷൂസും വെച്ചിട്ടുണ്ട്. ഷൂസ് അവിടെ പോയിട്ടാണ് ഇടേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാൻ പറ്റില്ല, ക്ലീൻ ആയിട്ടുണ്ടാവണമല്ലോ. പിന്നെ ഇമ്മക്കുട്ടി ഉറങ്ങല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇമ്മക്കുട്ടിക്ക് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് പോവാം. ഞാൻ എത്തുമ്പോഴേക്കും എന്തായാലും ഇമ്മക്കുട്ടി എണീക്കാൻ വഴിയുണ്ട്. അപ്പോൾ ഇമ്മക്കുട്ടി താഴെ പോയിട്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത്, പിന്നെ കുളിക്കലൊക്കെ അവൾ തന്നെ ചെയ്യും കേട്ടോ. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഒക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴേക്കും, ഇന്നിപ്പോൾ രാവിലെ ഇമ്മക്കുട്ടിക്ക് ട്യൂഷൻ വെച്ചിരിക്കണത്. സാധാരണ വൈകിട്ട് ഉണ്ടാവുക, ലീവുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ തീർക്കും. അപ്പോൾ രാവിലെ ആ കുട്ടി വരും ട്യൂഷൻ എടുക്കാനായിട്ട്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഇമ്മക്കുട്ടി ട്യൂഷനും ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിമ്മിലെത്തി. ഇന്ന് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ, കാർഡിയോ ആണ്. ഇന്നിപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇല്ല, അപ്പോൾ നമുക്ക് ഓടാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണും, എസ്പെഷ്യലി കൊറിയൻ സീരീസ്, അതിൻ്റെ സബ് ടൈറ്റിൽ വായിക്കണമല്ലോ. അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യണ സമയത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സംഗതികളെല്ലാം നമ്മൾ ഈ ഓടണ സമയത്തും അതേപോലെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ലൈക്ക് ഹെവി വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ അങ്ങനെയൊക്കെ ഇട്ട് കുടിക്കണം. ഞാൻ അത്രയ്ക്ക് എത്തിയിട്ടില്ല, എനിക്ക് പതുക്കെ പറ്റുള്ളൂ ഇങ്ങനെ ഫുഡ് കഴിക്കണം, ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫുൾ ടൈം എഡിറ്റ് ചെയ്യായിരുന്നു. ഉച്ച സമയം ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ചോറും കൂട്ടാനും ഉപ്പേരിയും മുള്ളനും ഉണ്ട് കേട്ടോ. Fish has a fin, so fin, fin. I try to guess this. Once more. You did it last night. You guessed this last night, okay? അത് അച്ഛനായിരുന്നു ഗസ് ചെയ്തത്. എന്തോ ഒരു ദിയ. Yes. എന്തായിരുന്നു, എന്ത് ദിയ? India. 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 Oh, nice.
കുഞ്ഞൊന്ന് തിരിയോ, പിൻവശം കാണിക്കോ? കല്യാണത്തിന് ഇങ്ങനെ മുടി കെട്ടാടാ, എന്നിട്ട് ചുറ്റിനും മുല്ലപ്പൂ വയ്ക്കാം. സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്ത് ഐസ് റെഡ് അല്ലേ, അത് ഞാൻ എന്തോ എനിക്ക് ചൊറിഞ്ഞപ്പോ ഞാൻ മാന്തിയായിരുന്നു. എന്താ ബേസിക്കലി ഇങ്ങനെ കണ്ടുപിടിച്ച് തിരുമ്മി, അതാണ്. അപ്പോൾ ഇത് പാക്ക് ചെയ്യാണ്. എന്നോടും ചുമന്നത്. അപ്പോൾ ഇത് പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്രസ്സ് അയച്ചിട്ടില്ല, പ്ലീസ് എനിക്ക് അഡ്രസ്സ് അയച്ചു തരൂ. അത് മാത്രമല്ല, അഡ്രസ്സ് അയക്കുമ്പോൾ ഫോൺ നമ്പർ വായിക്കണേ. ഇത്രയാണ് ഗിഫ്റ്റുകൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ അതിനനുസരിച്ച് കൂട്ടി ആഡ് ചെയ്യും. അപ്പോൾ ഒരാൾക്ക് ഒരു 6 items വരെ ആവാച്ചിട്ടാണ്. യു ഗോണ ഡ്രോ ദിസ്? ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് അടുത്ത സെറ്റ് ഓഫ് ഗിവ് അവേക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ്. ഇതും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് അയക്കും. ഇപ്പോൾ 15 എണ്ണം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ, ഒരു 6 എണ്ണം, 1 2 3 4 5 6 ഐറ്റംസ് ഒരുമിച്ച് വെച്ചിട്ടാണ് പാക്ക് ചെയ്യണത്. മിക്സ് ആയിട്ട് ഹെയർ കെയർ ഐറ്റം, മേക്കപ്പ്, അതുപോലെ തന്നെ സ്കിൻ കെയർ ഐറ്റം, അങ്ങനെ മിക്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യണത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കല്ലേ, ഇത് ഒതുക്കണേൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ സംഗതികളെല്ലാം മാറ്റാം. പിന്നെ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ട്രൈ ചെയ്യേണ്ട, അടുത്ത വീഡിയോസിനൊക്കെ ട്രൈ ചെയ്യേണ്ട ഔട്ട്ഫിറ്റ്സ് ആണ്. എങ്ങനെ ഇരുന്നിരുന്ന സ്റ്റുഡിയോ, ഇങ്ങനെ ഭംഗിയായിട്ട് ഇരുന്നിരുന്ന. അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യാം. ഫുഡ് കഴിക്കണ വരെ സമയമുണ്ട്. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് ബെറ്റർ നമുക്ക് ഇതൊക്കെ ഒതുക്കി വെക്കണതായിരിക്കും. അല്ല, ഒതുക്കാണ്ട് നമുക്കിനി ഷൂട്ട് ചെയ്യാനും പറ്റില്ല. ഔട്ട്ഫിറ്റ് മാത്രമല്ല, നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ഇതെല്ലാം മാറ്റാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സീരീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമുക്കത് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. എന്തെങ്കിലും കണ്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ മടി തോന്നില്ല, നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്കിഷ്ടമില്ലാത്ത പണിയാണ്, അതിൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാനുമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര ഭംഗിയുണ്ട്, എത്ര വൃത്തിയിൽ വെച്ചു എന്ന് പറഞ്ഞാലും ഒരു ഷൂട്ട് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് അലങ്കോലമാവും കേട്ടോ. കാരണം നമ്മൾ അപ്പം മടക്കി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യണ സമയം ഭയങ്കരമായിട്ട് കുറയും. പിന്നെ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ആ ഫുള്ള് ഷൂട്ട് കഴിഞ്ഞാൽ തന്നെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ളൊരു മടി ഞാൻ എപ്പോഴും പറയണ കാര്യമാണല്ലോ. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ പൈലപ്പായി വരികയും ചെയ്യണത്. ഇനിയിപ്പോൾ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ പറിക്കണം. അപ്പോൾ അവിടെ പെയിൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല, നമ്മുടെ കയ്യിലൊരു ഡബ്ബ പെയിൻറ്റ് ഉണ്ട്. അങ്ങനെ പെയിൻറ്റ് പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അപ്പം പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കും കേട്ടോ. ഇത് കണ്ട് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അഴിച്ചു. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ബോക്സസിലേക്ക്, അതായത് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് എല്ലാം ഇങ്ങനത്തെ ഓരോരോ ബോക്സസിലൊക്കെ ആക്കി നമ്മൾ ആ ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മളത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, അപ്പോൾ ഒരു ടാസ്ക് ആയിരുന്നു അത്. പിന്നെ ലൈറ്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് വെക്കണില്ല കേട്ടോ. ലൈറ്റ്സ് അവിടെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് യൂഷ്വലി സാധാരണ ഷൂട്ടിൻ്റെ സമയത്ത് ഉപയോഗിക്കാമല്ലോ. ഈ ക്രിസ്മസ് ഓർണമെൻറ്റ്സും അല്ല ക്രിസ്മസിൻ്റെ എല്ലാ സംഗതികളും എല്ലാം നമുക്ക് സ്റ്റോറേജിലേക്ക് മാറ്റണം. സ്റ്റോറേജിൽ സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും കുറച്ച് സൈഡിലേക്കൊക്കെ ആക്കി വെച്ച് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത വർഷം ഉപയോഗിക്കും കേട്ടോ. പക്ഷെ സങ്കടമായിരുന്നു, എന്ത് രസമായിരുന്നു അല്ലേ അങ്ങനെ ഇരിക്കണം കാണാനായിട്ട്. ക്രിസ്മസ് ടൈം ഒരു ഭയങ്കര സന്തോഷമുള്ള ടൈം തന്നെയാണ് കേട്ടോ. ഈ പഞ്ഞീന്ന് കുറേ സ്നോ ഒക്കെ ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. ഇനി ഇതെല്ലാം പിറ്റേ ദിവസമാണ് കേട്ടോ ഷൂട്ട് ചെയ്യണേ. എന്ത് സാഡല്ലേ. ഇവിടെ അടിപൊളിയായിട്ട് നല്ല ക്രിസ്മസ് ട്രീയും ഒക്കെ എറിഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെ ആയിപ്പോയി. ഇതിപ്പോൾ കണക്കാക്കണാട്ടോ, ക്ലിയർ ആയിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഇവിടെ ഇരുന്നിട്ടാണ് ഹെയർ സ്റ്റൈൽ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം എടുത്തിട്ട് നമ്മൾ അവിടേക്ക് വെച്ചു, പുറത്ത് വെച്ചു. 2-3 ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. ഞാൻ ഇന്നലത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഷൂട്ട് ചെയ്തതിൽ ഒരുപാട് പേര് നല്ല മുടി നല്ലതാ, എന്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. സാധാരണ സ്ട്രെയിറ്റനിങ് ഇല്ലേ, അത് തന്നെയാണ് ചെയ്തത്. സാധാരണ നമ്മൾ ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്ത് ചെയ്യില്ലേ. പിന്നെ എൻ്റെ മുടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളർ ചെയ്തിരുന്നല്ലോ. അതിനുശേഷം എനിക്കത് മടുത്തപ്പോൾ ഞാനത് ലോറിയലിൻ്റെ ഹെയർ കളർ ഉപയോഗിച്ച് ഫുള്ള് ബ്ലാക്ക് ആക്കി. ഓർമ്മയില്ലേ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുളിക്കണതിനനുസരിച്ച് അതിൻ്റെ കളറ് പോകുമല്ലോ. അപ്പോൾ കളറ് പോയതേ കണ്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് കളറ് പോയതേ.
അപ്പോൾ ഇത് പഴയ കളർ. മുടി കൊഴിഞ്ഞിരിക്കുന്നുണ്ടോ? ഇതപ്പോൾ പഴയ കളറാണ് കേട്ടോ. പോയി 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 ഉള്ളിലത്തെ പഴയ കളറാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരെയല്ലേ, എൻ്റെ മുടിക്ക് ആകെയുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ മുടി നീളം വെക്കും. ഇപ്പോൾ ഉള്ളില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഇതായതാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചായിരുന്നു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തില്ല, മുടി വെറുതെ സ്ട്രെയിറ്റൻ ചെയ്ത്. എനിക്കിപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത ലുക്ക് ഇഷ്ടം. മുടി ഇപ്പോൾ കുറച്ച് നീളം വെച്ചുല്ലോ, പിന്നെ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കണമുണ്ട്. പക്ഷെ എൻ്റെ പഴയ ഹെയർ കളർ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തുമ്പത്ത് മാത്രം വേറെ കളർ ഇതിങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി എന്തായാലും 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഹെയർ ഷോർട്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഷോർട്ടായിട്ട് കിടക്കുമ്പോൾ എനിക്കിഷ്ടമാണ്, നോക്കാനും ബുദ്ധിമുട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ചുകൂടി ഷോർട്ടാക്കിയിട്ട് ഒരു വേറെ ലുക്ക് പോലെ നമ്മൾ ഈ മാക്സിമം ഷോർട്ടാക്കിയിട്ട് മുന്നേ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹെയർ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഷോർട്ടാക്കി ഇത്ര ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമൊക്കെ ഇത്ര വെച്ചാൽ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിപ്സ് വരെ വളരും അങ്ങനെ. അയ്യോ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ ഒരു അപ്ഡേറ്റും കൂടി പറയാണ്ട്, നമ്മൾ അസ്വി വ്ളോഗ്സിൽ ഷോർട്സ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഷോർട്സ് വീഡിയോയിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 21 days ഓഫ് ചാലഞ്ച് ആണ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഹാബിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ആദ്യമൊക്കെ 21 days ചെയ്യാമെന്നുള്ള രീതിക്കായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ പഠനങ്ങൾ പറയണത് അത് പോരാ, 70 സംതിങ് ദിവസമായിട്ട് ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ അത് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഫിറ്റ്നസ്സാണ്, അതായത് ഡെയിലി ജിമ്മിൽ പോവുക, ലൈക്ക് ബേസിക്കലി ഡെയിലി വർക്കൗട്ട് ചെയ്യുക, ഫുഡ് ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക എന്നുള്ളതാണ്. 5 നേരം ഫുഡ് കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യണ കാരണം അങ്ങനെ പ്രോട്ടീൻ്റെ ആവശ്യം എന്നുള്ള രീതിയിലും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മസിൽ മാസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരിയാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഫുഡും കൂടി കഴിക്കാനേ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ഹെവി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഇൻസ്റ്റയിൽ അത് പറയുകയും ചെയ്തു കേട്ടോ. അടുത്ത ആഴ്ച നമ്മൾ യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മൾ തുടങ്ങിയപ്പോൾ എന്തായാലും 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. നമുക്ക് നോക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ അസ്വി വ്ളോഗ്സിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അത് 21 ദിവസം ഡെയിലി ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാൻ വിചാരിക്കണം വല്ല കുട്ടി ഓരോ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ നമുക്ക് അസ്വി വ്ളോഗ്സിൽ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അസ്വി വ്ളോഗ്സിൽ ഷോർട്സ് ഉണ്ട്, അസ്വി മലയാളത്തിൽ ഷോർട്സ് ഉണ്ട്, റീൽസ് ഉണ്ട്. പിന്നെ വ്ളോഗിൽ നമുക്ക് വ്ളോഗ് ഇടണം, അസ്വി മലയാളത്തിൽ കണ്ടന്റ് വേറെ ഇടണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാവുണ്ട്. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തില്ല, അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ അസ്വി വ്ളോഗ്സിൽ ഷോർട്സ് 21 days ഓൾമോസ്റ്റ് ലൈക്ക് വാട്ട് ഐ ഈറ്റിൻ്റെ പിന്നെ എൻ്റെ വർക്കൗട്ട് ആവും കാണിക്കേണ്ടാവാം. അതല്ലെങ്കിൽ പിന്നെ അസ്വി മലയാളത്തിലാണ് എന്താണ് ഇടേണ്ടതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇടാൻ സംഗതികളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവേണ്ടത് ഇടണ്ടേ. വെറുതെ മേക്കപ്പ് വീഡിയോസും വെറുതെ റിവ്യൂ വീഡിയോ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളത് ഇടണമെന്നുള്ള രീതിക്കാണ് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ. അയ്യോ ഇപ്പം ആർക്കെങ്കിലും ഉറക്കം വന്നോ? ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ കോട്ടുവായ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3 സെക്കൻഡിനുള്ളിൽ കോട്ടുവായ ഇടാൻ തോന്നുന്നതാണ് പറയണത്. പഠനങ്ങൾ അങ്ങനെയാണ് പറയണത്. അപ്പോൾ അങ്ങനെ അസ്വി വ്ളോഗ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ, ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടു നോക്കൂ. ഇഷ്ടമായോ എന്നുള്ളത് പറയും. ഇങ്ങനത്തെ ഫിറ്റ്നസ് വീഡിയോ ഒക്കെ ഇഷ്ടമാണോ എന്നുള്ളത് പറയൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ 21 days ചാലഞ്ച് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ തോന്നിയേ അങ്ങനെയൊക്കെ പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് നമുക്ക് കറബറാന്ന് നമ്മൾ എടുത്ത വ്ളോഗാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ഇനി അസ്വി മലയാളത്തിൽ ഉണ്ടാവും കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.